രാജ്യത്ത് നിലനിൽക്കുന്ന വലിയ തൊഴിലില്ലായ്മ നിലനിൽക്കുമ്പോൾ പോലും സാമ്പത്തിക അസന്തുലിതാവസ്ഥ നിലനിൽക്കുമ്പോഴും സാമൂഹിക അരിഷിതാവസ്ഥ രാജ്യത്ത് തുടരുമ്പോഴും നടന്ന 2024 തെരഞ്ഞെടുപ്പ് 3 ഘട്ടം പിന്നിടുമ്പോൾ നാം വിലയിരുത്തുന്ന ഒരു സാഹചര്യം കൂടി നാം കാണുമ്പോൾ വലിയൊരു ശതമാനം വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ഭരണം പൂർണ്ണമായി മാറണം എന്നുള്ള വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ വേണ്ടി കുതിച്ചെത്തുന്ന ഒരു കാര്യമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നാം കാണുന്നില്ല. പക്ഷേ ഒരു സൈലൻ്റ് റവല്യൂഷൻ, ഒരു സൈലൻ്റ് വിപ്ലവം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഭരണകൂടത്തിനോട് അനുകൂലമായ ഒരു സമീപനം രാജ്യത്തെ വോട്ടർമാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നാം കാണേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജ്യത്താകമാനം 55-56%, 60% താഴെയുള്ള വോട്ടാണ് രേഖപ്പെടുത്തുവാൻ ആൾക്കാർ ബൂത്തുകളിലേക്ക് എത്തുന്നത്. കേരളം ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിലും വോട്ടിംഗ് ശതമാനം ഏതാണ്ട് ഉച്ചവരെയുള്ള വോട്ട് ശതമാനം എടുത്ത് പരിശോധിക്കുമ്പോൾ 55% മാത്രമാണ് വോട്ട് നടന്നത്. ഉച്ചയ്ക്ക് 3-നും വളരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ഒരു വിഭാഗം ആൾക്കാർ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തുകളിലേക്ക് കടന്നു വന്നത് എന്നുള്ളത് അതിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഞാനതിൻ്റെ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം മനുഷ്യൻ്റെ ഇടയിലുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം വോട്ടായിട്ട് മാറിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നടന്നിട്ടുള്ള അസമത്വം നിറഞ്ഞ ഭരണ സംവിധാനത്തിനെതിരെയും വോട്ട് രേഖപ്പെടുത്തുവാൻ ഒരു പരിധിവരെ യുവാക്കളും സ്ത്രീകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി നാം നോക്കി പരിശോധിക്കുമ്പോൾ കേരളത്തിൽ UDFന് 17 സീറ്റും LDFന് 3 സീറ്റും മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നെത്തി നിൽക്കുന്നത് എന്ന് നാം വിലയിരുത്തുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും രാജ്യത്ത് ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഭരണമാറ്റത്തിനനുസരിച്ചുള്ള ഒരു വോട്ട് രേഖപ്പെടുത്തുന്ന നിലയിലേക്കാണ് രാജ്യവും പോയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും രാജ്യത്ത് വലിയൊരു മാറ്റം, ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഉറച്ചു പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.